23-ാം സങ്കീർത്തനം 3-ാം വചനം, അതിൻ്റെ ആദ്യ ഭാഗം. എൻ്റെ പ്രാണനെ യഹോവ തണുപ്പിക്കുന്നു. പ്രാണൻ ചൂടുപിടിക്കുവാനുള്ള കാരണങ്ങൾ പലതാണ്. 94-ാം സങ്കീർത്തനം 19-ാം വചനത്തിൽ, എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിൻ്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വം പ്രാണനെ ചൂടു പിടിപ്പിക്കുന്നതാണ്. എന്നാൽ തിരുവെഴുത്തിലൂടെ ദൈവം സംസാരിക്കുന്നത്, ഒരു പോംവഴിയായി നൽകുന്നത്, യഹോവയായ ഇടയൻ എങ്ങനെ പ്രാണനെ തണുപ്പിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുകയാണ്. ദൈവത്തിൻ്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആശ്വാസം, ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് ദൈവം പറയുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. സ്വസ്ഥത നൽകുമെന്നാണ് ആശ്വാസം കൊണ്ട് അർത്ഥമാക്കുന്നത്. സ്വസ്ഥത പ്രാപിക്കുവാൻ, ആശ്വാസം പ്രാപിക്കുവാൻ സർവശക്തനായ ദൈവം, നല്ല ഇടയനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. വിചാരങ്ങളുടെ ബഹുത്വം നിമിത്തം പ്രാണൻ ചൂട് പിടിച്ചിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് അങ്ങയുടെ ആശ്വാസത്താൽ ആശ്വസിപ്പിക്കുന്ന നല്ല സ്നേഹത്തിനായി സ്തോത്രം. എല്ലാവരെയും ആശ്വസിപ്പിക്കും, പ്രാണനെ തണുപ്പിക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.